സമസ്ത എന്തു പറയുന്നുവോ അതപ്പടി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, ഏറ്റവും സമസ്തനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കീഴടകം ആദർശം അമാനത്താണ്. എന്താണ് ആദർശം? അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ആദർശം തന്നെ. അവ സ്വർഗത്തിൽ കടക്കാനും നബിതങ്ങളെ കൂടാനും അള്ളാഹിന്റെ ഇഖാവും ആഗ്രഹിച്ച് വേറെ ദുനിയാവിന്റെ വലിയ ചിന്തകളൊന്നുമില്ല. സഹാബത്ത് ചോദിച്ചു, നബിയെ ആ പാർട്ടി ഏതാണ് എന്ന് പറഞ്ഞു. മാന അലൈഹി വാ സഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും നിലകൊള്ളുന്ന വിശ്വാസാചാരത്തിൽ നിലകൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ആദർശം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. വളരെ വ്യക്തവും സ്വസ്ഥവുമായിരിക്കുന്ന നിലപാടാണത്. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ രണ്ട് ശക്തികൾ ചേർന്നതുകൊണ്ട് അതാ ഉലമ ഉമറ ബന്ധം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ചേർന്ന് നിൽപ്പും ആ ആത്മീയതയുടെ നീരുറവയിലാണ് മുസ്ലിം ലീഗ് ഈ കേരളക്കരയിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ളത്. ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ നിയമസംഹിതയാണ്. ഇസ്ലാമിക ശരീഅത്ത് എന്നാൽ അതിൻ്റെ നിയമങ്ങൾ നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. അള്ളാഹു തൻ്റെ അടിയാറുകൾക്ക് വേണ്ടി നിശ്ചയിച്ച് നിർണയിച്ച് തന്ന ചട്ടക്കൂടുകളും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെയാണ് അള്ളാഹുവാണ് നിശ്ചയിച്ചു തന്നത്. അതിൻ്റെ മൂലപ്രമാണങ്ങളാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. നമ്മൾ സുന്നികളാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാനുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്നവർ. അതെങ്ങനെയാണ് ഖുർആനിൽ വന്നതെന്ന് ചോദിക്കും. അഹ്ലു സുന്ന എന്നല്ലേ പറഞ്ഞു, സുന്നത്ത് അംഗീകരിക്കുന്നവർ എന്നല്ലേ പറയുന്നുള്ളൂ. വ്യക്തമാണ്, സുന്നത്ത് എന്നാൽ ഖുർആന്റെ വ്യാഖ്യാനമാണ്. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയാതിരുന്നത് അഹ്ലു സുന്ന എന്നാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. പക്ഷെ അത് മുജാഹിദ് വിഭാഗം പറയും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ ഞങ്ങളാണെന്ന്. ജമാഅത്തെ ഇസ്ലാമി പറയും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നത് ഞങ്ങളാണെന്ന്. തബ്ലീഗ് ജമാഅത്ത് പറയും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നത് ഞങ്ങളാണെന്ന്. മറ്റോരോ ബിദഈ കക്ഷികളും ചേകനൂർ മൗലവി ഇസ്ലാമിന്ന് പുറത്താണ് അയാളുടെ കക്ഷി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പോലും പറയുന്നത് ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ ഞങ്ങളാണെന്നാണ്. ഖാദിയാനികൾ ഇസ്ലാമിക വൃത്തത്തിന്റെ പുറത്താണ് അഹമ്മദിയാക്കൾ, അവരും പറയും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. കാരണം ഒക്കെ ഖുർആനും ഹദീസ് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ വിഭാഗത്തെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം അഹ്ലുസുന്ന വൽ ജമാഅ, സ്വഹാബത്ത് എന്ന ജമാഅത്തിന് വിധേയമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ. അൽ ജമാഅ എന്ന സംഘം എന്നാണ്, സമൂഹം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ മാരിഫയാണ്. സ്വഹാബത്ത് എന്ന ആ സംഘം. എൻ്റെ പൊന്നനുജന്മാരും ജ്യേഷ്ഠ സഹോദരന്മാരും മനസ്സിലാക്കണം, നമ്മുടെ ആഖിറം രക്ഷപ്പെടണോ വേണ്ടേ തീരുമാനിക്കുന്ന അടിസ്ഥാനപരമായ മാനദണ്ഡമാണ് നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നിൽക്കണോ അതോ ഇതിൽ വ്യതിയാനം വരുത്തി, വ്യത്യാസം വരുത്തി, മാറ്റം വരുത്തി, സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു മാർഗത്തിൽ ചേരണമോ എന്ന്. ദുനിയാവ് കുറച്ചേ ഉള്ളൂ. 10, 20, 30, 40 വർഷക്കാലം കൂടി നമ്മൾ ജീവിച്ചേക്കാം. പിന്നെ മരണമാണ്. മരിച്ചാൽ അറ്റമില്ലാത്ത ലോകമാണ്. ഈ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകണം. സമ്മതിദാനാവകാശം നമ്മൾ വേറിട്ട് വിനിയോഗിച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ജനാധിപത്യ വോട്ടുകൾ ഭിന്നിച്ചത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട്. ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവെക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് സമൂഹം സമ്മതിക്കുന്നു. ഞാൻ പച്ചയായി പറയുന്നു, ഈ സമൂഹത്തിൽ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും രണ്ടും ഒരുമിച്ച് നിൽക്കണം, രണ്ടും ഒരുപോലെ നിൽക്കണം. ഈ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം മഹലിന്റെ ഭാരവാഹികളും ബഹുഭൂരിപക്ഷം മഹല്ലത്തിന്റെ നായകന്മാരും ബഹുഭൂരിപക്ഷം സ്ഥാപനത്തിന്റെ ഭാരവാഹികളും ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനെതിരായി വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ആശയാദർശങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് സംഘടനയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്, നയമാണ്. സമസ്തയുടെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിവിധ തലങ്ങളിൽ പ്രചരിപ്പിക്കാനും വ്യാപിപ്പിക്കാനും അതിനാവശ്യമായ കരുത്തു പകരാനും സംഘടനയെ സജ്ജമാക്കാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 14ഓളം പോഷക ഘടകങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ 10,000-ലധികം മദ്രസകൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മദ്രസ സംവിധാനത്തിന്റെ ലക്ഷ്യം പ്രാഥമികമായി എന്തെങ്കിലും മതപരമായ കാര്യങ്ങൾ പഠിക്കാനും
ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു മതപഠന സംരംഭം എന്ന നിലയിലല്ല. അതിനേക്കാൾ അപ്പുറം ഇസ്ലാമിന്റെ പേരിൽ ധാരാളം ആശയ പ്രചരണങ്ങളും സംഘടനകളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തെയും അതിന്റെ സംസ്കാരത്തെയും പഠിക്കാനും പരിശീലിക്കാനും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവസരമുണ്ടാക്കുക എന്നുള്ളതാണ്. ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ സമസ്ത ഏതോ വഴിക്ക് ആദർശപരമായി മറ്റേതോ വഴിക്കാണ് സഞ്ചരിക്കുന്നത് തോന്നിപ്പോവും. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന്റെ കൂടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ആദർശം പറയേണ്ടത്. ഇന്ന് പല ആളുകളും സമുദായത്തെ മാറ്റി നിർത്തുകയാണ്. കുറച്ചാളുകൾ മാത്രമാണ് ആദർശത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സമസ്തയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിലാണ് പലരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.